അനു ഇത് റോയിച്ചൻ എന്റെ ബ്രദറാ. റോയിച്ച ഇത് അനു. ഞങ്ങള് ഒരുമിച്ചാ വർക്ക് ചെയ്യുന്നേ. ഇത് ആനന്ദ് എന്റെ ഫ്രണ്ടാ. ഇതാണ് നീ പറഞ്ഞ മൂവി മേനിയ അതെ സിനിമ പ്രാന്തൻ. ഹലോ നമസ്കാരം. അപ്പൊ ചാൻസ് വല്ലതും കിട്ടിയോ? കിട്ടി തുടങ്ങുന്നു. ആണോ? ഓക്കെ. റോജ, കോഫി ഷോപ്പൊക്കെ എങ്ങനെ പോകുന്നു? വളരെ നന്നായി പോകുന്നു. ആണോ? ഓക്കെ. ടോണീനെ എല്ലാരും മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ ഡേ ടൈമില്? പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിന്. ആണോ? എന്തായാലും ടോണി ഞങ്ങളുടെ കമ്പനിക്ക് ഒരു അസറ്റ് ആണെന്നുള്ളത് സംശയമില്ല. അസത്തോ? എന്താ റോയിച്ച മുഖം വല്ലാണ്ടിരിക്കുന്ന? ഒന്നുമില്ല, ആദ്യമായിട്ട് ഞാൻ ഇവനെ കുറിച്ച് ഇങ്ങനൊരു കാര്യം മറ്റൊരാൾ പറഞ്ഞേക്കുന്നത്. അതാ. പോട്ടെ റോയിച്ച, ഇനി എന്തൊക്കെ കേൾക്കാൻ കിടക്കുന്നു. അപ്പോ ശരി റോയിച്ച, കാണാം. തിരക്കുള്ള സമയമല്ലേ? അതിന് ഞങ്ങക്ക് തിരക്കൊന്നുമില്ല. നീ പറയണ്ട, കോഫി ഷോപ്പിൽ തിരക്കുള്ള സമയ എനിക്കറിയാം. അത് ശരിയാ, ഭയങ്കര തിരക്കാ ലേഡീസിന്റെ. അതെന്താ? അതവൻ പൊതുവെ പറഞ്ഞെന്നുള്ളൂ. അത് മണ്ടന. എവിടെ കൊണ്ടുപോകാനും പേടിയാ. പാ തുറന്ന റോങ് ഐറ്റംസേ താങ്ങും. അതാ ഞങ്ങളങ്ങോട്ട്. ഓക്കെ ബൈ. ഓക്കെ ശരി. ഒരു മിനിറ്റ് റോയിച്ച, ഒരു മിനിറ്റ്. മോനെ ടോണി, നല്ല കവിള്. ദൈവമേ. അയ്യോ, അവന്റെ മുഖം ഒന്ന് കാണണ്ടായിരുന്നു. തീരെ പ്രതീക്ഷിക്കാതെ കിട്ടിയോണ്ട്. റോയ് സാറേ. അയ്യോ, കസ്റ്റമർ വന്നു. സാറാ അയ്യോ, അയാള് പോയി. ചിരിച്ച മുഖം കൊണ്ട് കസ്റ്റമേഴ്സിന് സ്വീകരിക്കണമെന്നാ ഹോട്ടൽ മാനേജ്മെന്റ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇതാദ്യമായിട്ടാ ചിരിച്ചത് കൊണ്ട് ഒരു കസ്റ്റമർ ഓടുന്നത്. എനിക്ക് അവന്റെ മുഖം ഓർത്തോന്നപ്പോഴേ ചിരി അടക്കാനായില്ല. അയ്യോ, അല്ല പിന്നെ എപ്പോ നോക്കിയാലും ഒരു കളിയാക്കുള്ളതാ. ഇത്രയും നാളെ ഞാൻ കൊടുക്കേണ്ടിരുന്നതാ നീ കൊടുത്തത്. ഇനി അവനൊന്ന് നോക്കിയേ നിൽക്കും. ഒന്നുമില്ലെങ്കിലും നിന്നെ അവന് പേടിയാണ് എന്നും പറഞ്ഞ് ചുമ്മാ തല്ലൊന്നും വേണ്ട. ഞങ്ങൾ പറഞ്ഞിട്ട് തല്ലിയാ മതി. 8 എണ്ണയുള്ളൂ, ബാക്കി സൂക്ഷിച്ചു വേണം. മനസ്സിലായല്ലോ? ഞാൻ അടി കൊടുത്തിട്ട് അവൻ നന്നാവുന്ന എനിക്ക് തോന്നുന്നില്ല. അയ്യടാ, ആദ്യം സ്വയം നന്നാവ്, എന്നിട്ട് മതി ബാക്കിയുള്ളവരെ നന്നാക്കല്. മനസ്സിലായ? ശരി, നീ ആദ്യം സ്വയം നന്നാവ്, എന്നിട്ട് മതി നിന്റെ ഉപദേശം. എനിക്ക് തിരക്കൊന്നുമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. അയ്യടാ, നല്ല തമാശ. ആനന്ദേട്ടാ, ഒരു കൈ സഹായം ചെയ്യോ? പിന്നെന്താ, ഇപ്പൊ ഒരു കൈ സഹായം ചെയ്തിട്ടേ ഉള്ളൂ. അയ്യോ, നിനക്കും വേണോ സഹായം? ആനന്ദേട്ടാ, നല്ല കിടിലൻ തമാശ. ഇതൊന്നല്ല മോനെ, പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ അടിച്ച തമാശ കേട്ടിട്ടേ അടുത്ത ദിവസം കോളേജിൽ ലീവായിരുന്നു. പിന്നെ എന്റെ ജീവിതത്തിലുണ്ടായ ഓരോ തമാശകൾ കേട്ടിട്ടേ അവര് ചിരിച്ച് ചിരിച്ച് ചുമച്ച് ഹോസ്പിറ്റലിലായി. ചേട്ടൻ തമാശ ഒക്കെ പറയുന്നത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ശരിയായി വരുന്നുണ്ട്. ഇങ്ങനെ തെളിഞ്ഞ് വരണം. അതെന്താ ഇപ്പൊ ശരിയായില്ലേ? വിഷമിക്കരുത്. ഞാനത് എങ്ങനെ പറയാ? പറ, മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയണം. ആനന്ദേട്ടാ, വളരെ കൂറയാണ് താങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന് പണിക്ക് നിൽക്കുമ്പം ഇത് കേട്ട് ചിരിച്ചില്ലെങ്കിൽ പണി പോകുന്ന കരുതി കോമിക്കോളിലെ തമാശ ഓർത്താ ഞാൻ പലപ്പോഴും ചിരിക്കാറ്. അത്രയും ബോറാണോ? നേഹ പോയ വിഷമത്തിന് ശേഷം ഇപ്പോഴാ റോയ്ച്ചനെ ചിരിച്ചു കാണുന്നത്. അത് സാരമില്ല സാറാ. ആനന്ദേട്ടൻ ഇങ്ങനെ മണ്ടത്തരങ്ങൾ കാണിച്ചോണ്ടിരിക്കുമ്പോ എന്തിനാ ടെൻഷൻ? ഇനി ചിരിച്ച് 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 മരിച്ചോളും.